വളർന്നു വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ നയങ്ങളെ, അവൻ്റെ അവകാശങ്ങളെ കട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സാധിക്കും? അതിനൊരു സർക്കാരിന് തീരുമാനമെടുക്കാൻ പറ്റും. അപ്പം അതൊക്കെ മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് 5 വർഷം തരുമ്പോൾ, നേരത്തെ നിമിഷം ചോദിച്ചില്ലേ, മടുക്കുന്നില്ലേ? മടുക്കില്ലെന്നേ. ആ ആള് പിന്നീട് മത്സരിക്കാതിരിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം എല്ലാ പാർട്ടികളും എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട് നന്നാവും. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന ഇലക്ഷന്റെ സമയത്ത് ഒത്തിരി പ്രൊജക്ടുകൾ പറയുന്നുണ്ട്, വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ തന്നു കഴിഞ്ഞിട്ട് അത് പാലിക്കാതെ വരുമ്പോൾ ആ ആള് പിന്നീട് മത്സരിക്കാതിരിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം എല്ലാ പാർട്ടികളും എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട് നന്നാവും. നമുക്കൊരു വ്യക്തിയുടെ വികസന രേഖയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വികസന രേഖയാണ്. ഞങ്ങൾക്ക് അതിൽ വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്, 5 വർഷമാണ് ഒരു ജനാധിപത്യ അവകാശം നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ആ ഒരു വ്യക്തിക്ക് നഷ്ടമാവുന്നത്. ആ നഷ്ടമാവാതിരിക്കണമെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ കൃത്യമായിട്ട് അത് ഭരിക്കണമെന്നുള്ളതാണ്, വികസനം എത്തണമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഞങ്ങൾ സാധാരണക്കാരന് വീടില്ലാത്തവൻ്റെ വിഷയം, പ്രധാനമന്ത്രി ആവാസ് യോജന കൃത്യമാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വീതമുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ വീതം കൃത്യമായി കിട്ടുന്നു, സംസ്ഥാന സർക്കാരിന് അത് കൊടുക്കാൻ സാധിക്കുന്നില്ല. കർഷകൻ്റെ ഒരു വിഷയം വന്നാൽ കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ സ്വിച്ച് ഇടുന്ന സമയത്താണ് കൃത്യമായി കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുന്നത്. അവിടെ കുടിശ്ശികയില്ല. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് 5 മാസം 6 മാസം 7 മാസം കുടിശ്ശിക വെച്ചിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഭക്ഷണം കഴിക്കുന്നവന് നാളെ കഴിച്ചാൽ ഇന്നത്തെ വയറ് നിറയില്ല. അവൻ ഇന്നത്തെ വിശപ്പായി നിൽക്കും. അപ്പോൾ 4 മാസം ക്ഷേമ പെൻഷൻ വെച്ചിട്ട് കാര്യമുണ്ടോ? കേന്ദ്ര സർക്കാർ ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കിസാൻ സമ്മാൻ നിധി കർഷകന് കൊടുക്കണു. ഇനി ആ കർഷകൻ അങ്ങനെ ഒരു അവൻ വിളയ്ക്കുന്ന വിളയ്ക്കൊരു നഷ്ടം ഉണ്ടായാൽ അവിടെയാണ് ഫസൽ ബീമ യോജന. കൃത്യമായിട്ട് അതിൻ്റെ വിള ഇൻഷുറൻസ് കൊടുക്കുകയാണ്. പെൺകുട്ടികൾ മിടുക്കികൾ വളർന്നു വരുന്ന സമയത്ത് അവർക്കൊരു പ്രൊജക്റ്റ് ഉണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായിട്ട് MSMEയുടെ നേതൃത്വത്തിൽ എത്ര പ്രൊജക്റ്റുകളാണെന്ന് അറിയാമോ? അത് സ്റ്റാർട്ടപ്പ് പദ്ധതികളായിക്കോട്ടെ, ഏത് പദ്ധതികളാണെങ്കിലും MSME കൊടുക്കുന്ന പദ്ധതികൾ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിമിഷ ഉദ്യമ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലേ? നിരവധി പ്രൊജക്റ്റുകളില്ലേ? നിരവധി കമ്പനി ഓൺ ചെയ്യുന്നില്ലേ? എന്നാൽ നിമിഷയ്ക്ക് എത്ര സഹായം MSMEയിൽ നിന്ന് കിട്ടുന്നുണ്ട്? അത് ഏത് സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ്? 70 വയസ്സ് കഴിഞ്ഞ കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റിൻ്റെ ആയിക്കോട്ടെ, BJPയുടെ ആയിക്കോട്ടെ, നിഷ്പക്ഷരുടെ ആയിക്കോട്ടെ, 70 വയസ്സ് കഴിഞ്ഞ അച്ഛനമ്മമാർ, അവർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പ്രൊജക്റ്റ് ഇത് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അത് ഇവിടുത്തെ ആളുകളുടെ അവകാശമാണ്. അവകാശം യഥാവിധി അവർക്ക് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇത് ഒപ്പിടാത്തത്? കേരള സർക്കാർ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, മൂപ്പര് ഇത് ഒപ്പിടുന്നില്ല. എന്ത് MOU ഒപ്പിടുന്നില്ല? MOU ഒപ്പിട്ടാൽ ഇവർക്ക് ഈ പൈസ കിട്ടുള്ളൂ, 5 ലക്ഷം രൂപ. ഒരു സാധാരണക്കാരന് രാഷ്ട്രീയം നോക്കാതെ, പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം നോക്കാതെ ആ 5 ലക്ഷം രൂപ സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കാനുള്ള പ്രാപ്തിയല്ലേ ഇവർക്ക് ഉണ്ടാവേണ്ടത്? അതൊരു സർക്കാർ പരാജയപ്പെടുന്നിടത്താണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾക്ക് തന്നിട്ടുള്ള, കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നിട്ടുള്ള, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കാൻ തന്നിട്ടുള്ള, BJPക്ക് തന്നിട്ടുള്ള ജനങ്ങളുടെ ജനാധിപത്യ അവകാശം 5 വർഷം, അത് കഴിഞ്ഞ് 5 വർഷം, അത് കഴിഞ്ഞ് 5 വർഷത്തേക്ക് തന്നിരിക്കുന്നു. ഈ ഒറ്റ വർഷം പാഴാവില്ല. നേരെ മറിച്ച് കേരളത്തിൽ അത് പാഴായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മാറാത്തത് ഇനി മാറുമെന്ന് പറയപ്പെടുന്നത്. ഇതേപോലെ നിരവധി അവകാശങ്ങൾ അവർ വിനിയോഗിച്ച്, ജനാധിപത്യ അവകാശം വിനിയോഗിച്ച് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കൊടുത്തപ്പോൾ അവർക്ക് വികസനം ഇന്നും വന്നിട്ടില്ല. ഇവരും പറയുന്നത് ഇനി വികസിപ്പിക്കാൻ അവർക്ക് കൊടുക്കണമെന്നാണ്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ സമയത്ത് കർഷകനായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, PM ശ്രീ പദ്ധതി വിദ്യാർത്ഥികൾക്കല്ലേ, കൃത്യമായ സ്കൂളിൻ്റെ ഫെസിലിറ്റികൾ കൂട്ടുകയും സ്കൂളിൻ്റെ നിലവാരത്തെ കൂട്ടുകയും ചെയ്യുന്ന പദ്ധതിയാണ്. 1 കോടി 10 ലക്ഷം രൂപ സ്കൂളിന് കൊടുക്കാമെന്നൊരു കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അത് വാങ്ങിക്കാൻ പറ്റില്ല എന്ന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവർ പറയുന്നത്. അതെങ്ങനെ ശരിയാവും? ശിവൻകുട്ടി അത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശിവൻകുട്ടി പറഞ്ഞ എൻ്റെ നിലപാട് തിരുത്തി, പിന്നെ പറഞ്ഞത് പാടില്ല എന്ന് പറയും. ഇത് വളർന്നു വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ നയങ്ങളെ, അവൻ്റെ അവകാശങ്ങളെ കട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സാധിക്കുക? അതിനൊരു സർക്കാരിന് തീരുമാനമെടുക്കാൻ പറ്റുക. 1 കോടി 10 ലക്ഷം രൂപ സ്കൂളിന് കിട്ടുകയാണെങ്കിൽ, അവർക്ക് സ്മാർട്ട് ക്ലാസ് ഉണ്ടാവുകയാണെങ്കിൽ, ഡിജിറ്റൽ സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ, അധ്യാപകരുടെ വിദ്യാഭ്യാസ നിലവാരം മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇടതുപക്ഷ സർക്കാരിന് എന്താ അവകാശം? അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികളുടെ കാര്യം ചെയ്യുന്നതേ, ഞങ്ങൾ കർഷകൻ്റെ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നതേ, അവൻ്റെ വിള ഇൻഷുറൻസ് കൃത്യമായി ചെയ്യുന്നതേ, വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് മുദ്രാ ബാങ്ക് അടക്കമുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതേ. ഇതുപോലെയുള്ള പല പ്രൊജക്ടുകളും നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതായത് ആരോട് ചെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോർട്ടലുകളിൽ കയറുന്നത്. ഇന്ന പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇന്നത് കിട്ടും എന്ന് പറയുന്നതല്ലാതെ ഇത് കിട്ടുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക, ഒരു ഏകജാലകമായിട്ട് മാറ്റാൻ പറ്റാത്തത്? അതായത് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അതിനെ കുറച്ചും കൂടെ സുതാര്യമാക്കി തരുന്നത് വളരെ നന്നായിരിക്കില്ല. അപ്പോൾ ഇതിവിടെ കൃത്യമായി സുതാര്യമാണ്. ഈ സുതാര്യമായ കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത പ്രശ്നം. ഇവിടെ MSMEയുമായി ബന്ധപ്പെട്ട ഒരു വിശ്വകർമ്മ അഭിയാൻ, നൈപുണ്യ വികസനമുള്ള ആളുകൾക്ക് വിശ്വകർമ്മ അഭിയാൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ
അവർക്ക് അതിന് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർ തൊഴിലിട്ടിട്ട് ഇവിടെ വരുന്ന സമയത്ത് ആ 3 ദിവസത്തെയും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അതിൻ്റെ പൈസ കൊടുക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായ പൈസയുടെ കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർക്ക് ഒരു തരത്തിലുള്ള കൊളാറ്ററൽ സെക്യൂരിറ്റിയും ഇല്ലാതെ അവരുടെ നൈപുണ്യ വികസനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി അവരെ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് MSME വഴി ബന്ധപ്പെട്ടാൽ കൃത്യമായി കിട്ടും. ഇതിലേക്ക് ജനങ്ങൾ ഇറങ്ങുമെങ്കിൽ ആരതിൻ്റെ ചുക്കാനെടുക്കണം? ആ ചുക്കാനെടുക്കേണ്ടത് ഇതേപോലെ തന്നെ സർക്കാരാണ്. ഈ സർക്കാർ പേരുമാറ്റൽ പ്രക്രിയയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലൈഫ് മിഷൻ എന്താണ്? പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമാണ്, പേരുമാറ്റിയതല്ലേ. അതേപോലെ ആർദ്രം പദ്ധതി എന്താണ്? ആർദ്രം പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പേരുമാറ്റിയതല്ലേ. മിഡ് ഡേ മീൽസ് ഇവരുണ്ടാക്കിയത് എന്താണത്? പോഷൺ അഭിയാൻ, അത് കേന്ദ്ര സർക്കാരിൻ്റെ പേരുമാറ്റുന്നതാണ്. അത് മാതൃവന്ദന യോജന, ഗർഭിണികൾക്ക് സഹായിക്കുന്ന പദ്ധതി, ഇവർ പേര് മാറ്റി ഉപയോഗിക്കില്ല. ആയിക്കോട്ടെ, പേരൊക്കെ അവർ മാറ്റിക്കോട്ടെ, സർക്കാരിന് താല്പര്യങ്ങളുണ്ടാകും. പക്ഷെ ആ പേര് മാറ്റുമ്പോൾ അത് യഥാവിധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയപ്പെടുന്ന ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകുന്നത് ആരുടെ കുറ്റമാണ്? അപ്പോൾ അതൊക്കെ മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് 5 വർഷം തരുമ്പോൾ, നേരത്തെ നിമിഷം ചോദിച്ചില്ലേ മടുക്കുന്നില്ലേ? മടുക്കില്ലെന്നേ. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾ എത്ര കാലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എത്ര കാര്യമായി ജനങ്ങളോട് ഈ വിഷയം പറയുന്നു. ജനങ്ങളൊരു കാലഘട്ടത്തിൽ തിരിച്ചറിയും. ആ തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കും. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുക ഇവർക്ക് മുൻപേ കൊടുക്കേണ്ടതായിരുന്നു, മുൻപേ ഇവരെ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു. കാരണം അത് ഈ വ്യക്തി എന്നുള്ളതല്ലല്ലോ. ഞങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന കൃത്യമായിട്ടുള്ള വികസന രാജ്യമുണ്ട്. വികസിത കേരളം എന്നാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്.